ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ജനുവരി 20 മുതൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സുരക്ഷ കർശനമാക്കി പോലീസ്. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് നാളെ തുടക്കം കുറിക്കും. 100 മില്ലിഗ്രാമിന് മുകളിൽ നിമൈസുലൈഡ് അടങ്ങിയ മരുന്നുകളുടെ നിർമ്മാണവും വിൽപ്പനയും നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരും വൻ ഭക്തജനത്തിരക്ക്. ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന മാലിന്യമുക്തം നവകേരളം പ്രതിമാസ റേഡിയോ പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി എം.ബി. രാജേഷ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ജനുവരി 20 മുതൽ വിളിച്ചു ചേർക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ, സാംസ്കാരിക നിലയങ്ങൾ, പഞ്ചായത്ത് ലൈബ്രറികൾ, ശിശുമന്ദിരങ്ങൾ, നഴ്സറി സ്കൂളുകൾ എന്നിവിടങ്ങളിലെ ദിവസവേതനക്കാരിൽ നടപടിക്രമങ്ങൾ പാലിച്ച് നിയമനം ലഭിച്ചവരെ സ്ഥിരപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിലവിൽ 10 അതിലധികമോ വർഷമായി പ്രവർത്തിച്ചു വരുന്നവരെയാണ് സ്ഥിരപ്പെടുത്തുക. കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിൽ 91 സ്ഥിരം തസ്തികകളും 68 കരാർ തസ്തികകളും ഉൾപ്പെടെ 159 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡിലെ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സായി ഏകീകരിക്കാനും സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി 2 ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. നാസിക് സോലാപൂർ അക്കൽകോട്ട് 6-വരിപ്പാത 19,142 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. ഒഡീഷയിലെ ദേശീയപാത 326ന്റെ നവീകരണത്തിനായി 1,526 കോടിയുടെ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. നവവത്സരം ആദ്യമെത്തുന്ന പസഫിക് ദ്വീപ് രാഷ്ട്രമായ കിരീബാത്തിയിൽ 2026 പിറന്നു. പിന്നാലെ ന്യൂസിലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും പുതുവർഷത്തിന് പിറവിയായി. സംസ്ഥാനത്ത് വിപുലമായ പുതുവർഷ ആഘോഷങ്ങളാണ് ഇന്ന് നടക്കുന്നത്. കോവളം, ഫോർട്ട് കൊച്ചി, കോഴിക്കോട് ബീച്ച്, മൂന്നാർ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ ആഘോഷങ്ങൾക്കായി ജനം എത്തിച്ചേർന്നു തുടങ്ങി. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗവും ഡ്രൈവിംഗ് നിയമലംഘനങ്ങളും പരിശോധിക്കാൻ കർശന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പുതുവർഷ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വർക്കല, കോവളം, ശംഖുമുഖം തുടങ്ങിയ ബീച്ചുകളും തിരുവനന്തപുരം നഗരത്തിലെ ആഡംബര ഹോട്ടലുകളുമെല്ലാം നിരവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. നെയ്യാർഡം ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും റെസ്റ്റോറന്റുകളും മാളുകളുമെല്ലാം പുതുവർഷാഘോഷ ലഹരിയിലാണ്. കനകക്കുന്നിലെ വസന്തോത്സവത്തിലും LMSലെ ട്രിവാൻഡ്രം ഫെസ്റ്റിലും മാനവീയം വീഥിയിലും മ്യൂസിയത്തുമെല്ലാം പുതുവത്സരം ആഘോഷിക്കാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വെള്ളാർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഇന്ന് രാത്രി പാപ്പാഞ്ഞിയെ കത്തിക്കും. 10 കലാകാരന്മാർ ചേർന്ന് 40 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലും പുതുവർഷ ആഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പരേഡ് ഗ്രൌണ്ട്, വെളി ഗ്രൌണ്ട് പരിസരത്ത് പാർക്കിംഗ് നിരോധിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള പുതുവർഷ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. സംസ്ഥാനത്തെ പുതുവർഷാഘോഷത്തിന്റെ കേന്ദ്രം സ്വാഭാവികമായും കൊച്ചി തന്നെയാണ്. കടന്നുപോകുന്ന വർഷത്തിലെ വേദനകളുടെയും ദുഃഖത്തിന്റെയും പ്രതീകമായ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരിപാടി പശ്ചിമ കൊച്ചിയിലെ വിവിധ മേഖലകളിൽ ഇന്ന് രാത്രി 12 മണിക്ക് നടക്കും. ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൌണ്ട്, വെളി ഗ്രൌണ്ട്, പള്ളുരുത്തി കച്ചേരിപ്പടി എന്നിവിടങ്ങളിലാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്ന വലിയ പരിപാടികൾ നടക്കുന്നത്. ഇടുക്കിയിലും ജനം ആഘോഷ ലഹരിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. പുതുവത്സരത്തെ വരവേൽക്കാൻ മൂന്നാറും തേക്കടിയും വാഗമണ്ണും ഉൾപ്പെടെയുള്ള ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായും സജ്ജമായി. കുളിർമയുള്ള കാലാവസ്ഥ ആസ്വദിക്കാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇതിനോടകം ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. DTPCയുടെയും ടൂറിസം രംഗത്തെ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് പ്രധാന കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. മനമയക്കും കാഴ്ചകൾ നിറഞ്ഞ ഇടുക്കിയിലെ മലനിരകളിൽ കോടമഞ്ഞിന്റെയും തണുപ്പിന്റെയും പശ്ചാത്തലത്തിൽ പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ആവേശത്തിലാണ് സഞ്ചാരികൾ. കോഴിക്കോട് ബീച്ചിലും മാനാഞ്ചിറയിലും പുതുവർഷ രാവിൽ വലിയ ആൾത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു.
പുതുവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ ഒരുക്കിയ ദീപാലങ്കാരങ്ങൾ കാണാൻ ഇതിനകം നിരവധി പേരാണ് എത്തുന്നത്. ഇലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന ആശയത്തിൽ വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കുന്ന ലൈറ്റ് ഷോ ജനുവരി 2 വരെ തുടരും. ഉയർന്ന കമാന ആകൃതിയിലുള്ള നടപ്പാത സൃഷ്ടിക്കുന്ന ടണൽ ഓഫ് ലൈറ്റ്സ്, ചുവപ്പ് സ്വർണ്ണ നിറങ്ങളുള്ള ദ ജയന്റ് ഡ്രാഗൺ എന്നിവ ലൈറ്റ് ഷോയിലെ മുഖ്യ ആകർഷണങ്ങളാണ്. ഇൻസ്റ്റലേഷൻ മാതൃകയുള്ള ദ ക്രിസ്റ്റൽ ഫോറസ്റ്റ്, വലിയ മരങ്ങളിലെ ദീപാലങ്കാരമായ ദ ഇലുമിനേറ്റഡ് ട്രീ ഏരിയ തുടങ്ങിയവയും മറ്റ് വ്യത്യസ്തമായ രൂപങ്ങളും വെളിച്ചത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. മാതൃകൾക്ക് പുറമെ മാനാഞ്ചിറക്ക് ചുറ്റുമുള്ള മരങ്ങളും നടപ്പാതകളുടെ വശങ്ങളുമെല്ലാം ദീപങ്ങളാൽ അലങ്കൃതമാണ്. പുതുവത്സരാഘോഷങ്ങൾ പ്രധാനമായി നടക്കുന്നത് കോഴിക്കോട് ബീച്ച്, ബട്ട് റോഡ്, ബേപ്പൂർ ബീച്ച്, പുലിമൂട്ട്, മാളുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ്. മാലിന്യ സംസ്കരണത്തിന്റെ തുടർച്ച ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ്. ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന മാലിന്യമുക്തം നവകേരളം പ്രതിമാസ റേഡിയോ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ശുചിത്വ മിഷൻ പുറത്തിറക്കിയ വൃത്തി ന്യൂസ് ലെറ്ററിന്റെ പ്രകാശനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. മാലിന്യ സംസ്കരണ മേഖലയിൽ പൊതുജനങ്ങളുടെ അറിവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ സംരംഭങ്ങളിലൂടെ ശുചിത്വ മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. നല്ല ഭക്ഷണശീലം, വ്യായാമം, ഉറക്കം, വിശ്രമം, മാനസിക സുസ്ഥിതി എന്നിവയെക്കുറിച്ച് ഇതിലൂടെ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കും. 100 മില്ലിഗ്രാമിന് മുകളിൽ നിമെസുലൈഡ് അടങ്ങിയ മരുന്നുകളുടെ നിർമ്മാണവും വിൽപ്പനയും നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുന്നതിനാലാണ് ഡ്രഗ് ആന്റ് കോസ്മെറ്റിക് നിയമപ്രകാരമുള്ള നടപടി. വേദനസംഹാരിയായി ഉപയോഗിക്കുന്ന നിമെസുലൈഡിന് പകരം ഉപയോഗിക്കാവുന്ന സുരക്ഷിതമായ മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണെന്നും സർക്കാർ അറിയിച്ചു. ഭക്തജന തിരക്കിൽ ശബരിമല സന്നിധാനം. ഇന്ന് നട തുറന്നതു മുതൽ വൈകിട്ട് 6 വരെ 62,489 പേരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ശരംകുത്തി മുതൽ ഭക്തരെ തിരക്ക് നിയന്ത്രിച്ചാണ് ദർശനത്തിനായി കടത്തിവിടുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ചടങ്ങുകൾ പുരോഗമിക്കുന്നു. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകാദശി ശീവേലി രാത്രി 8:15 നടക്കും. ഗുരുവായൂരിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ഇന്ന് നടക്കുന്നുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ 113 ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ തിരികെ നൽകാൻ KSRTC തയ്യാറാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ബസ്സുകൾക്കായി ചിലവായ തുകയുടെ 60% വിഹിതവും സംസ്ഥാനത്തിന്റേതാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ബസ്സുകൾ മറ്റൊരു ജില്ലയിലേക്കും ഓടുന്നില്ലെന്നും മന്ത്രി അറിയിച്ചു. തിരക്കേറിയ സമയത്ത് 113 ബസ്സുകളും നഗരപരിധിയിൽ സർവീസ് നടത്തണം എന്ന കരാർ KSRTC ലംഘിച്ചതായി മേയർ VV രാജേഷ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലാഭം പങ്കിടുന്നതിലും കരാർ ലംഘനമുണ്ടായതായി പറഞ്ഞ മേയർ അടുത്ത കൌൺസിൽ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അറിയിച്ചു. കണ്ണൂർ ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ശ്രീകണ്ഠപുരം, ചെങ്ങളായി, മലപ്പട്ടം പ്രദേശത്ത് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ ശക്തമാക്കി. സ്കൂളിന് പുറത്ത് വിവിധ കടകളിൽ നിന്നും മോര്, ജ്യൂസ് ഉൾപ്പെടെ തണുത്ത പാനീയങ്ങൾ കുടിച്ചവരിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കടകളിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക പരിശോധന നടത്തുകയും പാനീയങ്ങൾ വിതരണം ചെയ്ത കടകൾ നോട്ടീസ് നൽകി അടപ്പിക്കുകയും ചെയ്തു. കടകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ കിണർ വെള്ളത്തിൽ നിന്നാണ് രോഗം പകർന്നത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. നാളെ മുതൽ ജനുവരി 15 വരെ ജില്ലയിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനുവരി 6 വിരവിമുക്ത ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ 1 മുതൽ 19 വയസ്സ് വരെയുള്ള 6,30,000-ഓളം കുട്ടികൾക്ക് വിരഗുളിക വിതരണം ചെയ്യുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിദ്യാലയങ്ങളിലൂടെയും അങ്കണവാടികളിലൂടെയുമാണ് വിതരണം. ഏതെങ്കിലും കാരണത്താൽ ജനുവരി 6-ന് ഗുളിക കഴിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ജനുവരി 12-ന് ഗുളിക നൽകുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ജനുവരി 20 മുതൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭായോഗം. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സുരക്ഷ കർശനമാക്കി പോലീസ്. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന ജനകീയ ക്യാമ്പയിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് നാളെ തുടക്കം കുറിക്കും. 100 മില്ലിഗ്രാമിന് മുകളിൽ നിമെസുലൈഡ് അടങ്ങിയ മരുന്നുകളുടെ നിർമ്മാണവും വിൽപ്പനയും നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരും വൻ ഭക്തജനത്തിരക്ക്.
ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന മാലിന്യമുക്തം നവകേരളം പ്രതിമാസ റേഡിയോ പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.